നമസ്കാരം. മലയാള സിനിമയുടെ അമ്മ സങ്കല്പങ്ങളുടെ പരിപൂർണത, അതിനപ്പുറം ഒന്നും മുഖവരയായി കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് പറയാനാകില്ല. മലയാളികളുടെ സ്വന്തം അമ്മ, പ്രിയപ്പെട്ട അമ്മ കവിയൂർ പൊന്നമ്മയാണ് ഇന്ന് ലൈംലൈറ്റിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. അമ്മ എന്നതിലപ്പുറം ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല. മാഡം എന്നോ ചേച്ചി എന്നോ ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല. അമ്മയെന്ന് വിളിച്ചാൽ മതി, എല്ലാവരും അങ്ങനെ വിളിക്കണേ. അമ്മയെന്ന് വിളിക്കേണ്ട വയസ്സല്ലേ, 72 വയസ്സായി. 72 വയസ്സായെന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 5 പതിറ്റാണ്ടോളം അല്ലേ മലയാള സിനിമയോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും, അമ്മ കുറച്ച് നാളായിട്ട് സിനിമയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണോ എന്നൊരു സംശയം. നമ്മളെ വേണ്ടല്ലോ. മലയാള സിനിമയിൽ ഇപ്പോൾ അമ്മമാരെ അച്ഛന്മാരെ പിന്നെയും വേണം, അമ്മമാരെ ഒന്നും വേണ്ട. എങ്കിലും എനിക്ക് തോന്നുന്നു 2017 കുറച്ച് സിനിമകൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏതൊക്കെയാണ് ഇപ്പോൾ ഇനി? സയൻസ്, വേദം. തിരക്കിട്ട ഒരു ജീവിതമായിരുന്നു ഈ കഴിഞ്ഞ 5 പതിറ്റാണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 56 വർഷത്തോളമായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ 50 വർഷമേ ആയുള്ളൂ സിനിമയിൽ. പിന്നെ ആദ്യമൊക്കെ നാടക സ്റ്റേജിലായിരുന്നല്ലോ. അഭിനയത്തിലേക്ക് വരാൻ കാരണം കുട്ടിക്കാലത്ത് 5 വയസ്സുള്ളപ്പം സംഗീതം പഠിച്ചിരുന്നു. 11ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം നടന്നു. എൻ്റെ ലാസ്റ്റ് എന്നെ പഠിപ്പിച്ച ഗുരു LPR വർമ്മ, അദ്ദേഹം ഇപ്പോൾ ഇല്ല. എൻ്റെ അരങ്ങേറ്റത്തിന് ഞാൻ അതിഗംഭീരമായിട്ട് പാടിയെന്ന് പറഞ്ഞാൽ പാടാനൊരു കാരണം, ഈ വലിയ വലിയ ആൾക്കാരുടെ കച്ചേരികളൊക്കെ കേൾക്കാനായിട്ട് എന്നെ കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കൽ MS സുബ്ലക്ഷ്മിയുടെ കച്ചേരി കേൾക്കാനിടയായി. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ അതിശയിച്ചിങ്ങനെ നോക്കിയിരുന്നു. സ്വർണ്ണ വിഗ്രഹം പോലൊരു സ്ത്രീ, പട്ടുസാരി, വൈരക്കമ്മൽ, വൈരവള, വൈര നെക്ലസ് ഒക്കെ ഇട്ട്. അപ്പോൾ അരങ്ങേറ്റത്തിന് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വിചാരം ഞാൻ MS സുബ്ലക്ഷ്മിയാണ്. അങ്ങനെ അങ്ങോട്ട് തകർത്ത് പാടി, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം മനസ്സിലേക്ക് കയറിയിരുന്ന ഒരു വിഗ്രഹം പോലെ അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണോ ദേവരാജൻ മാഷ് എന്നെക്കുറിച്ച് അറിഞ്ഞു, വീട്ടിൽ വന്നു. അപ്പോൾ അച്ഛന് കണ്ട ഉടനെ മനസ്സിലായിരിക്കാൻ പറഞ്ഞു. ഇരുന്നു. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, ശങ്കരാടി, അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, കൊച്ചേ തമ്പുരു എടുത്തുകൊണ്ട് വാ, നീ ഒരു പാട്ട് പാടിയേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്ലാസിക്കൽ ടച്ചസ് ഉള്ള ക്ലാസിക്കലാണ് പാടിയത്. പക്ഷെ അത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞങ്ങൾ നാടകത്തിന് പാടാൻ വിളിക്കാനാണ് വന്നത്. ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു 50-56 വർഷം ഇങ്ങനെ കലാജീവിതം ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഷ്ടമായിരുന്നു അല്ലേ ആ ഒരു ഒഴുക്കിലിങ്ങനെ? പിന്നെ തീർച്ചയായിട്ടും. എത്ര പടങ്ങളാണ്, ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അമ്മ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത് വളരെ നമുക്ക് ഇഷ്ടമാണല്ലേ, പഴയ ഓർമ്മകൾ ഇങ്ങനെ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ അതിരാവിലെ അല്ല, കുറച്ച് ഇങ്ങനെ ഓരോ കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ ശശിയെക്കുറിച്ച് ആലോചിച്ചു. IV ശശി. അത് ഈ കൊച്ചുങ്ങളെ മാതിരിയാണ്, തുരാന്ന് ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി നടന്ന്. പൊന്നിച്ചി എന്നാണ് എന്നെ വിളിക്കുന്നത്. പൊന്നിച്ചി ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നല്ല, സത്യം. IV ശശി ക്യാമറ വെച്ചത് എൻ്റെ മുഖത്താണ്. ഫസ്റ്റ് ഉത്സവം സിനിമ. ശശി അത് പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്. കുഞ്ഞുങ്ങളെ പോലെ നമുക്കൊരു ടെൻഷനും ഇല്ല, ഏതോ കൊച്ചു കുട്ടി വന്നു നിന്ന് നമുക്ക് ഇങ്ങനെ പറയുന്ന മാതിരിയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഈ അന്നത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമാണ്, ഇഷ്ടമാണ്. അച്ഛന് ഇഷ്ടമായിരുന്നു നാടകത്തിലൊക്കെ. പക്ഷെ അമ്മ ഇത് വേണോ എന്ന് ആലോചിച്ചിരുന്നു പറയല്ലോ. ഇപ്പോഴത്തെ കാലമല്ല, ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ സിനിമയിലേക്ക് പോവുക അല്ലെങ്കിൽ നാടകത്തിന് പോകുക എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായി തീരുമാനം എടുത്തിട്ടാവാം, അല്ലെങ്കിൽ അത്രയും ബോൾഡായിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നില്ല. നാടകത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ, ഒരു പെൺകുട്ടിയെ നാടകത്തിലേക്ക് വിടുക എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ചിരിക്കരുതല്ല, എൻ്റെ അമ്മ കിണറ്റി ചാടാൻ പോയി. അത് ശരി, ഞാൻ കിണറ്റി ചാടി ചത്തുകളെ മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ചിരിയാ. അതാ പറഞ്ഞ ഓർമ്മകളല്ലേ, അന്നത്തെ ഓർമ്മകൾ. ഇങ്ങനെ ഇപ്പോഴത്തെ അമ്മയുടെ ഒരു ജീവിതം എങ്ങനെയാണ്? തിരക്കുകളും. രാവിലെ എണ്ണീറ്റാൽ ഒരു 1.5 മണിക്കൂർ ടെസ്റ്റ് തുടയ്ക്കും. സർഫെക്സിൽ വെള്ളത്തിലൊഴിച്ച് ഈറത്തുണി മുക്കിപ്പിഴിഞ്ഞ് ആ വീട്ടിലിരിക്കുന്ന സർവ്വ സാധനം ഞാൻ തുടയ്ക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കാലിന് ഇതൊക്കെ ആയതുകൊണ്ട് നാത്തൂന് ഞാൻ ചെയ്തില്ലേ നാത്തൂൻ ചെയ്തിരിക്കും.
പിന്നെ പച്ചക്കറികൾ നിർബന്ധമാണ് ഞാൻ തന്നെ അരിയുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു ഷേപ്പും കാര്യങ്ങളും വേണം. അങ്ങനെ പിന്നെ 11 മണിയാകുമ്പം എല്ലാം കഴിച്ചൊക്കെ കഴിയുമ്പോൾ 11 മണിയാകുമ്പോൾ ഒരു പെട്ടെന്നൊരു ക്ഷീണം വരുന്ന മാതിരി തോന്നും. അപ്പോൾ തന്നെ പോയി കിടക്കും കുറച്ച് നേരം. പിന്നാണ് കുളി. അത് ശരി. അത് കഴിഞ്ഞേ കുളിക്കുള്ളൂ വീട്ടിലിരിക്കുമ്പം. പിന്നെ വല്ല ഫങ്ഷനൊക്കെ ഉണ്ട്. പിന്നെ കുറേ കിളികളും പൂച്ചകളൊക്കെ എന്നും വരും അതിഥികളായിട്ട്. അത് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഈ സ്ത്രീക്ക് ഭ്രാന്താണോ എന്ന് വിചാരിക്കും. ഇന്ന് പാവം ഒരു കുഞ്ഞു പ്രാവിനെ പൂച്ച പിടിച്ചു. രാവിലെ അവർക്ക് വേണ്ടിയിട്ട് മത്തി വാങ്ങിച്ച് കറി വെച്ച് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. രാവിലെ മത്തിയും ചോറും കൊടുക്കും. ഈ വരുന്ന ഒരുത്തൻ ഒരാൺപൂച്ചയുണ്ട്, അവനെ കൊണ്ട് മറ്റു ഉപദ്രവം ഒന്നുമില്ല. ആഹാരം കൊടുത്താൽ അത് കഴിക്കുക, അവൻ നേരെ പോവുക. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എല്ലാവർക്കും ചോറ് കൊടുക്കും, മീൻ ചോറ് കൊടുക്കും. പിന്നെ കാക്കയ്ക്കും പ്രാവിനും പച്ചരിയാണ്. പിന്നെ ഒരു പ്രസവിച്ച പൂച്ചയുണ്ട്, അവൾക്ക് ബിസ്ക്കറ്റ് വേണം. കാക്ക അരി ഇതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കും. അപ്പോൾ അവർക്ക് ബ്രെഡ് വേണം. ഇത് ഒരു ദിവസം അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഈ ലൊക്കേഷനുകളിൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു പുതിയ കാലത്തെ ലൊക്കേഷൻസ് കാലം മാറുന്തോറും അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എന്താ പണ്ടത്തെ ലൊക്കേഷൻ ഇങ്ങനെ ആയിരിക്കില്ല എന്തായാലും. പണ്ടത്തെ ഒരു സിനിമ സെറ്റ് ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓണം സമയത്ത് ആരും അങ്ങനെ പോവാറില്ല. എങ്കിലും ഞാനങ്ങനെ പലപ്പോഴും ഓണം സമയത്തൊക്കെ ഷൂട്ടിങ്ങിന് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെയൊക്കെ നിരത്തി അവർക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കുക. അതൊക്കെ ഒരു സന്തോഷമല്ലേ. എനിക്ക് തോന്നുന്നു അമ്മയുടെ ഇങ്ങനത്തെ ഒരു കഥാപാത്രവും ഇങ്ങനത്തെ സംസാരവും ഈ സ്നേഹവും കൊണ്ടായിരിക്കും എല്ലാ സിനിമയിലേക്കും അമ്മ വേഷങ്ങൾ തന്നെ തരുന്നതും അല്ലേ. ഒരു അമ്മയുടെ ഒരു വ്യക്തിത്വം കൂടി അതിന് കാരണമാണ്. ആദ്യം കുടുംബിനി അഭിനയിക്കുന്നത് തന്നെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട്. എനിക്ക് 22 വയസ്സേ ഉള്ളൂ തൊമ്മൻ്റെ മക്കൾ അഭിനയിക്കുമ്പം. ആരുടെയൊക്കെ അമ്മയാ? അതെ, സത്യമാഷിന്റെയും മധുവിൻ്റെ. അതെ. അപ്പം അഭിനയത്തിന് പ്രായമൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ. അപ്പം ഡയറക്ടർ ശശികുമാർ സാർ ഇങ്ങനെ പറഞ്ഞു, പൊന്നമ്മച്ചി, എന്നെ പൊന്നമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. പൊന്നമ്മച്ചി ഇങ്ങനെ ഒരു വേഷമാണ്, പൊന്നമ്മച്ചി ചെയ്യുന്നോ? ഞാൻ പറഞ്ഞു അതിനെന്താ ശശി സാറേ, ഞാൻ ചെയ്തോളാം. 22 വയസ്സിലാണ് തൊമ്മൻ്റെ മക്കൾ. അപ്പം അന്ന് നായികയായി അഭിനയിക്കണം തോന്നിയില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഏത് കിട്ടിയാലും ചെയ്യുക എന്നുള്ളതായിരുന്നു. സത്യമാഷൊക്കെ എൻ്റെ അച്ഛനേക്കാളൊക്കെ ഒത്തിരി വയസ്സ് ജാസ്തിയായിരുന്നു. എന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല. പിന്നെ അമ്മ വേഷങ്ങൾ തന്നെ ചെയ്യുന്നു. ശരി, അമ്മ വേഷമാണ്, കിട്ടുന്ന വേഷങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ വേഷങ്ങൾ തന്നെ സ്ഥിരമായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കിതൊന്നും മാറി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയോ? ജനത്തിന് ഇഷ്ടമല്ല. അതിനൊരു ചെറിയ ഉദാഹരണം, ത്രിവേണി എന്ന് പറയുന്ന പടം ഇഷ്ടമായില്ല ആർക്കും. എൻ്റെ ഈ മോളുണ്ടല്ലോ, അനിയത്തിയുടെ രേണുകയുടെ മോള്, അവൾ തന്നെ ചോദിച്ചു എൻ്റെ അടുത്ത്, എൻ്റെ വല്യമ്മച്ചിക്ക് വേറെ പണിയില്ലേ, എന്തിനാ ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ എടുക്കാൻ പോയെന്ന്. ഞാൻ അങ്ങനെ ചെയ്ത ഇച്ചിരി വില്ലത്തിയാ. അപ്പം ജനത്തിന് പോലും ഇഷ്ടമല്ല. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു വില്ലത്തി തന്നെ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇല്ല, ഞാൻ ചെയ്യേയില്ല എന്ന്. അന്നും ഇന്നും ഇഷ്ടമല്ല, അമ്മ വേഷങ്ങൾ തന്നെയാണ് ഇഷ്ടം അല്ലേ? അമ്മ വേഷം അല്ലാണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ബോഡിയുടെ ഇതും എല്ലാം സംസാര ശൈലിയും ശബ്ദം തന്നെ അങ്ങനെയാണെന്ന് പറയുന്നു. എനിക്കറിയാം, അതെ, അങ്ങനെ തന്നെയാണ്. അമ്മയുടെ ആരാധകര് കൊച്ചുകുട്ടികളാണെന്ന് തോന്നുന്നു അല്ലേ? കൂടുതൽ കുഞ്ഞുങ്ങളെ എനിക്ക് ജീവന. ഈ മറ്റ് പക്ഷിമൃഗാദികൾ ഒഴിച്ചാൽ പിന്നെ എനിക്കിഷ്ടം കുഞ്ഞുങ്ങളാണ്. ഒരുപാട് ഇഷ്ടമാണ്. അതായത് ഇവിടെ ജനസേവ എന്ന് പറഞ്ഞിട്ട്, ശിശുഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്. ജോസ് മാവേലി എന്ന് പറയുന്ന ആളാണ് അവിടെ. അദ്ദേഹം അച്ഛനും അമ്മ എല്ലാവരും ഉണ്ടായിട്ടും അനാഥാലയത്തിലാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും 100-400 കുഞ്ഞുങ്ങളുണ്ട് അവിടെ.
അപ്പോൾ ചെല്ലുമ്പോഴൊക്കെ അതുങ്ങൾ ഓടി ആൻറ്റീന്നും അമ്മയെന്നും ഒക്കെ ഓടി വന്ന് കെട്ടിപ്പിടിക്കലും, അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അമ്മയ്ക്ക് ആരോടാണ് കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ളത്? ഇത്രയും ഒരു കാലത്തിനിടയ്ക്ക് കലാജീവിതം ഒരുപാട് നാളായില്ലേ, ഇതിനിടയ്ക്ക് പല രീതിയിലുള്ള മനുഷ്യന്മാർ തോന്നിയത് MS സുബ്ബലക്ഷ്മി. അന്നൊരു വിഗ്രഹമായിരുന്നു മനസ്സിൽ. അതെ, വിഗ്രഹമായിരുന്നു. പിന്നെ പറഞ്ഞാൽ ചിരിക്കില്ലല്ലോ, നമ്മുടെ പ്രധാനമന്ത്രിയെ കാണണമെന്നുള്ളത് വലിയൊരാഗ്രഹം. നരേന്ദ്രമോദിയോട് ഒരു വലിയ ഇഷ്ടം ഒക്കെ ഉണ്ടല്ലേ? അത് ആ പൊളിറ്റിക്സ് കൊണ്ട്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിലുള്ള താല്പര്യം കൊണ്ടാണോ? തീർച്ചയായിട്ടും. നമുക്കിത്രയും നല്ലൊരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയോ തെറ്റോ, ഇഷ്ടം കൊണ്ട് തോന്നുന്നതാവാം. ഭയങ്കര ആഗ്രഹം അദ്ദേഹത്തെ കാണുന്നത്. എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കുമെന്ന് കരുതാം അല്ലേ? ദൈവം അതിനുള്ള ഒരു വഴി ഒരുക്കി തരട്ടെ. BJPയോട് ഒരു ചെറിയ ചായ്വുണ്ടോ? ഉണ്ട്. പക്ഷേ എനിക്ക് പിന്നെ എല്ലാ പാർട്ടിക്കാരുമായിട്ടും നല്ല സുഹൃത്ത് ബന്ധമാണ്, സ്നേഹബന്ധമാണ്. എനിക്ക് അവരോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഞാനിവിടെ വന്നപ്പോൾ വളരെ പ്രകൃതി സുന്ദരമായൊരു സ്ഥലമാണിത്. ഒരു പുഴയുണ്ട് അപ്പുറത്ത്, പെരിയാർ അല്ലേ? പെരിയാർ, നല്ല വീട്, ഈ ഒരു അന്തരീക്ഷം. സാധാരണ എല്ലാവരും തിരക്കൊക്കെ ആകുമ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കാമെന്നാ, പട്ടണത്തിൽ താമസിക്കാമെന്ന് കരുതുന്നത്. എനിക്ക് പട്ടണത്തിലെ ജീവിതം കുഞ്ഞിലേ മുതലേ അങ്ങനെ ഇല്ല, എനിക്കിഷ്ടമല്ല. ആദ്യം കാണിപ്പയ്യൂർ അദ്ദേഹം വന്ന് കല്ലിട്ടതും സ്ഥാനം കണ്ടതും അവിടെയാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടി പറഞ്ഞു മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുന്നു. അങ്ങനെയാണ് വീടിങ്ങോട്ട് കയറി. ഈ സഹജീവികളോടുള്ള സ്നേഹം അമ്മ പറഞ്ഞല്ലോ നേരത്തെ, സിനിമയോടും അമ്മയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ സിനിമയിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ നമുക്കറിയാം. കഴിഞ്ഞ ഒരു മാസം നമ്മൾ ഈ കേട്ട വാർത്തകൾ എന്തായിരുന്നു എന്നുള്ള, സിനിമയ്ക്കകത്ത് നിന്ന് നടിയെ ആക്രമിക്കുന്നു. ഇത് ഒരു നിരന്തര സംഭവമാണ്, പലരും പരാതിപ്പെടുന്നില്ല. പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടെ നിന്നവരും അത് ചെയ്യും. എനിക്ക് ഇച്ചിരി അനുഭവം ഉണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ചോദിക്കരുത്, ഞാൻ പറയുന്നില്ല. പണം തട്ടാൻ വേണ്ടി ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നത്, പീഡനങ്ങൾ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് നെഞ്ചത്തടിച്ച് ചാവാനല്ലേ തോന്നണം അതൊക്കെ കേൾക്കുമ്പോൾ. പുതിയ താരങ്ങൾ, പുതിയ നടിമാർ വളരെ ബോൾഡാണ്. അമ്മയ്ക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ചാൻസ് കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം അവർക്ക് ലൈഫിലുണ്ടായ അത് കളയാനുള്ള മനക്കരുത്ത് വേണം. എനിക്ക് അങ്ങനത്തെ സിനിമ വേണ്ട എന്ന് പറയാൻ ധൈര്യം വേണം. പക്ഷേ മിക്കവാറും ആരും പറയാറില്ല എന്നുള്ളതാണ്. പുതിയ നടിമാരിലെ നടന്മാരിലെ അമ്മയ്ക്ക് ആരെ കൂടുതൽ ഇഷ്ടം? നന്നായി ചെയ്യുന്നുണ്ട് രാജ്മോനോട്. കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ നന്ദനം അല്ലേ? രാജ്മോനെ എനിക്ക് ഇന്ദ്രനെയും ഭയങ്കര ഇഷ്ടമാണ്. ഭാഗ്യവതിയല്ലേ മല്ലിക. നടന്മാരിലും നടിമാരിലും പുതിയ തലമുറയിലെ കുട്ടികളിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആരോടാ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? കാര്യത്തിൽ പെണ്ണുങ്ങൾ മഞ്ജു, ആണുങ്ങളെല്ലാവരും നല്ലപോലെ അഭിനയിക്കുന്ന കുട്ടികളല്ലേ ഇപ്പം എല്ലാവരും. കുറ്റം പറയത്തക്ക വിധത്തിലുള്ള ഒരാളും ഇല്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ. കണ്ടിരുന്നോ മഞ്ജു വാര്യർ ആമി എന്നുള്ളൊരു കഥാപാത്രമായിട്ട് വരുന്നു? അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടു. ഇനി നല്ല പടമാണെന്നൊക്കെ പറയുമ്പോഴാണ് വല്ലപ്പോഴും തിയേറ്ററിൽ പോകുന്നത്. അല്ലെന്ന് വരിയിൽ ഇവിടെ TV-യിൽ ഞാൻ കാണാറില്ല. ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ആലോചിക്കുന്നത് എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ ഒക്കെ അങ്ങനെ തോന്നും, ആരുടെയും ശബ്ദം കേൾക്കരുത്, ആരും വന്ന് വിളിക്കരുത്, ആരും ശല്യം ചെയ്യരുതെന്നൊക്കെ വിചാരിക്കും. ആ സമയത്ത് എന്താ ആലോചിക്കുക? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രസൻസ് ഓർമ്മ പോയി തുടങ്ങി. 5 വയസ്സിൽ മുതലുള്ള കാര്യങ്ങൾ സിനിമ പോലെ മനസ്സിലുണ്ട്, അതൊരിക്കലും മാറുന്നില്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് മെമ്മറി പോണത് ഇങ്ങനെ ബാക്കിലേക്കാണ് പോലും. അപ്പോൾ അത് മെമ്മറി പോയി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. പഴയ കാര്യങ്ങളിൽ ഈ അടുത്ത കാലത്ത് ഓർത്ത എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? ഞാൻ എല്ലാ സിനിമയുടെ സെറ്റും സിനിമയിലെ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓർക്കും. ശിക്ഷ എന്ന് പറയുന്ന സിനിമ അഭിനയിക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെ പ്രസവിച്ചിട്ട് അധികമായില്ല. ഷോർട്ടിൽ ഞാൻ സത്യമാഷു അഭിനയിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും എന്നെ പൊന്നി പൊന്നി എന്നാണ് വിളിക്കുന്നത്, നസീർക്കൊക്കെ. സത്യമാഷ അടുത്ത് വന്നിട്ട് പൊന്നി പൊയ്ക്കോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അഭിനയിച്ച എന്തെങ്കിലും കുഴപ്പമാണ് എന്താണ്. ഞാൻ ചോദിച്ചെന്തേ? അല്ല പൊന്നി പൊയ്ക്കോ, വീട്ടിൽ പോ, നമുക്കിത് നാളെ എടുക്കാം. ഞാൻ എന്താണെന്ന് പറ, സാരിയിലൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. റൂമിൽ പോയിട്ട് ഇവിടെ എനിക്ക് മനസ്സിലാക്കാം ഫുള്ള് നനഞ്ഞിരിക്കുക.
അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ പിന്നെ നസീറൊക്കെ ആയിരുന്നാലും കുടുംബകാര്യങ്ങളൊക്കെ ഞങ്ങൾ വട്ടമിരുന്ന് പാത്രമില്ലേ ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് ചോറിട്ട് കഴിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു എന്താ ഹൃദയബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും സിനിമയിൽ അത്തരം ഹൃദയബന്ധങ്ങളുണ്ടോ? എല്ലാവരും തിരക്കല്ലേ, തിരക്കോട് തിരക്കല്ലേ. നമ്മളെ കണ്ടാൽ തന്നെ ആ ചേച്ചി അപ്പോൾ തീർന്നു. ഞാൻ കുറ്റം പറയല്ലേ, എല്ലാവരും തിരക്കാണ്, അതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു സിനിമയിൽ ഇങ്ങനെ അമ്മ വേഷം ഇപ്പോൾ മലയാളികളുടെ മുഴുവൻ അമ്മയാണ്. പക്ഷെ മോൾക്ക് പരാതി ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ, എനിക്ക് അമ്മയെ കിട്ടിയില്ല, അമ്മയുടെ കൂടെ അധികം സമയം ഒരുപാട് അവൾക്ക് മിസ് ചെയ്തിട്ടുണ്ട് എന്നെ. ഞാൻ ഇട്ടിട്ട് പോവില്ലേ. ഇപ്പം എന്ത് പറയുന്നു? ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒന്നും അങ്ങനെ പറയത്തില്ല, അവൾക്കും മക്കളായില്ലേ. അപ്പോൾ സുഖമായി ജീവിക്കുന്നു. എവിടെയുണ്ട്? മിഷിഗൻ USA. സണ്ണില അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗനിലെ പ്രൊഫസറാണ്. മോളും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ചെക്കൻ എന്നെ മാതിരിയാണ്, നല്ല തടി. ആ തടിയൊക്കെ വെച്ചിട്ട് എന്നെ ഡാൻസൊക്കെ ചെയ്ത് കാണിക്കും. ഭയങ്കര എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ഇവിടെ ഒരു കടയുണ്ട് രഘു എന്ന് പറഞ്ഞിട്ട്, തട്ടാമ്പടി. ചിലപ്പോൾ എന്ത് ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. രഘുചേട്ടാ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. രഘുവിനറിയാമായിരിക്കും ഇംഗ്ലീഷ്. അവൾ സുഖമായിരിക്കുന്നു, കുഞ്ഞുങ്ങളും സുഖമായിരിക്കുന്നു. സംഗീതത്തോടാണ് ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും ഇഷ്ടം അല്ലേ? പക്ഷെ അങ്ങനെ ഒരു വിഷമം തോന്നുന്നുണ്ടോ? ഒരു പിന്നീടൊന്നും സംഗീതം തുടരാൻ കഴിഞ്ഞില്ല? അത് അങ്ങനെയല്ല. ഈ അഭിനയം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അഭിനയത്തിലേക്ക് പോയപ്പോൾ സംഗീതം വഴിമാറിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വലിയൊരു പാട്ടുകാരിയായതിനെ. അതിൽ സങ്കടമുണ്ടോ? സങ്കടമൊന്നുമില്ല. ചിലപ്പോൾ ഓർക്കുമ്പോൾ ഇങ്ങനെ, പക്ഷെ ഇന്നാരുടെ കച്ചേരി മറ്റവരുടെ കച്ചേരി ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഞാനും ഇങ്ങനെയൊക്കെ പാടേണ്ടതല്ലേ, എൻ്റെ പേരും ഇതിൻ്റെ കൂട്ടത്തിൽ വരേണ്ടതല്ലേ എന്നൊക്കെ ആലോചിക്കും. ഇപ്പോഴും പാട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ടോ? നടക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടൽ വരും. അമ്മയുടെ കൃഷ്ണഭക്തി വളരെ പേര് കേട്ടത്. അപ്പോൾ മൊബൈലിൽ റിംഗ് ടോണ് വരെ കൈ നിറയെ വെണ്ണ തരാന്നുള്ള പാട്ട്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. അപ്പോൾ ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച ആ ശക്തിയെ ഞാൻ കൃഷ്ണൻ്റെ രൂപത്തിൽ കാണുന്നു. എപ്പോഴും കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് നടക്കും. അല്ലാണ്ട് ദിവസവും രാവിലെ പോയി അമ്പലത്തിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോയി ചന്ദനക്കുറി ഇടുന്നതാണ് ഭക്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മനസ്സിലുണ്ടായിരുന്നാൽ മതി. നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ചിന്തയിലും ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നാൽ മതി. എന്തൊക്കെ കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത്? ദിവസവും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മരിച്ചുപോയ അച്ഛൻ, അമ്മ, അനിയത്തിമാർ, അവരെയൊക്കെ പറഞ്ഞ ചിരിക്കരുത് കേട്ടോ. ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് അവരെ കാണിച്ചു തരണേ കൃഷ്ണ എന്ന് ഞാൻ പറയാറുണ്ട്. നടക്കുമോ ഇല്ലയോ അറിയില്ല. ചില ബുക്കിലൊക്കെ വായിച്ചിട്ടുള്ളതാ, ഈ ശരീരം മാറിക്കഴിഞ്ഞാൽ ആത്മാവ് വേറൊരിടത്ത് പോയി ജന്മം എടുക്കും. പിന്നെ അതിനെക്കുറിച്ച് പോയ ജന്മത്തിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നൊക്കെ ഉണ്ട്. ഇതിൽ സത്യം എന്താണെന്ന് ആർക്കറിയാം? വായനയുണ്ടോ എപ്പോഴും? ആധ്യാത്മിക പുസ്തകങ്ങൾ മാത്രം, അല്ലാണ്ടൊന്നും വായിക്കില്ല. ഇപ്പോൾ ശരീരത്തിൽ പ്രായമായി, ശരീരത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും സിനിമയിൽ ഉണ്ടാവില്ലേ? ഞങ്ങൾ സിനിമയിൽ നല്ല ക്യാരക്ടർ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ സടപടഞ്ഞിരിക്കും. അത് ഞാൻ ആദ്യം ഞാൻ മുഖം കാണിച്ചത് മെരിലാൻഡിൻ്റെ സിനിമയിലാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ശ്രീരാമ പട്ടാളി മണ്ടോദരിയായിട്ട്. അന്നും ക്യാമറ കാണുമ്പോൾ എനിക്ക് പേടിയില്ല.
അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ക്യാരക്ടർ തന്നാൽ ആരെങ്കിലും തന്നാൽ ചെയ്യും, തന്നില്ലെങ്കിലും ആരോടും വിരോധമില്ല. ഞാൻ എൻ്റേതായ ഈ ലോകത്ത് ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കും, അത്ര തന്നെ. ഈ പല പല പേരുകളുണ്ട്, അമ്മ എന്ന് വിളിക്കെങ്കിലും പല പല പേരുകളുണ്ട് അല്ലേ? പല പല പേരുകളിൽ പൊന്നൂസ് അല്ലേ, കുറേ പേരുകളിൽ വിളിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ സായി വരയ്ക്കും പൊന്നു എന്നാണ് വിളിക്കുന്നത്. ഉർവശി, കൽപ്പന. എൻ്റെ കൽപ്പു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി, കൽപ്പനയുടെ മരണം. കൽപ്പു പൊന്നുട്ടീന്ന് വിളിക്കും. ഉർവശി അതെ, കൽപ്പന അതെ, അല്ല കലാരഞ്ജിനി അതെ. മിക്കവാറും എല്ലാവരും സിനിമയിലുള്ള എല്ലാവരും. പിന്നെ നമ്മുടെ പിള്ളേർ ജയറാമിനൊക്കെ ഒരു വലിയ ബഹുമാനമാണ്. അങ്ങനെയൊന്നും വിളിക്കില്ല, ചേച്ചിന്ന് തന്നെ, ചേച്ചിന്നാണ് വിളിക്കുന്നത്, അമ്മയെന്നല്ല. അച്ചായനിസിലെല്ലാം പിള്ളേരല്ലേ, ജയറാമ, ഉണ്ണി മുകുന്ദൻ, പിന്നെ എന്താ കുട്ടികളുടെ പേരെന്ന് പറഞ്ഞുകൂടാ, ഒക്കെ മറന്നുപോയി. അവരൊക്കെ പിള്ളേരാണല്ലോ, അവരുടെയൊക്കെ കൂടെ അഭിനയിച്ചു. നല്ല ക്യാരക്ടർ കിട്ടിയാൽ, തന്നാൽ ഇനി അഭിനയിക്കണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. എത്ര വർഷമായിട്ട് എത്ര പടങ്ങൾ ചെയ്ത്, അപ്പോൾ ആ ഒരു മോഹം, ആ ഒരു ഇഷ്ടം മനസ്സിൽ നിന്ന് പോവില്ല. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എന്തായാലും അമ്മ ഇനിയും കാണണം, മലയാള സിനിമയിൽ അമ്മയായി തന്നെ കാണണമെന്നാണ് ഞങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. കുറച്ചു നേരം ഞങ്ങളോട് സംസാരിച്ചു, വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.